പാകിസ്ഥാനിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളായിട്ടാണ് അവരുടെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ കാണുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയേക്കാൾ പാകിസ്ഥാനിലെ മറ്റേതൊരു നേതാവിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ആൾ. പക്ഷെ മൂപ്പർക്ക് ലോകത്ത് വലിയ വിലയൊന്നുമില്ല. പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ മനുഷ്യനെ ലോകത്ത് എങ്ങനെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ജർമ്മനിയിൽ നടന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിനിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞാൽ മതി. അതായത് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ വലിയ ചർച്ചയായിട്ട് അത് മാറുകയാണ്. ലോക നേതാക്കൾ, നയതന്ത്രജ്ഞർ തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്ന മ്യൂണിക് സെക്യൂരിറ്റി കോൺഫറൻസിനിടെ പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിനുണ്ടായ തിരിച്ചടി വാർത്തകളിൽ നിറയുക മാത്രമല്ല, പാകിസ്ഥാനിലെ ശക്തനായ മനുഷ്യൻ ഇതാണ് അവസ്ഥയെങ്കിൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണെന്ന ചർച്ചകൾക്കും തുടക്കമിട്ടിരിക്കുകയാണ്. കോൺഫറൻസ് വേദിയിലേക്ക് തന്റെ അനുയായികളോടൊപ്പം അദ്ദേഹം പ്രവേശിക്കാനായിട്ട് എത്തുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തെയും സംഘത്തെയും ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥ, ഒരു വനിതാ ഉദ്യോഗസ്ഥ തടയുകയും താങ്കളുടെ തിരിച്ചറിയൽ രേഖ കാണിക്കണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ശരിക്കും അസീം മുനീറിന് ഇത് വലിയ നാണക്കേടുണ്ടാക്കി. ഒരല്പസമയത്തേക്ക് അദ്ദേഹം ആകെ പരിഭ്രമിക്കുന്നതും കാണാൻ കഴിയും. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ പുറകിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അസീം മുനീറിന്റെ ID കാർഡ് ഈ ഒരു ഉദ്യോഗസ്ഥയുടെ നേരെ നീട്ടുകയും അത് പരിശോധിച്ചതിന് ശേഷം ഇവരെ കടന്നു പോകാൻ ഉദ്യോഗസ്ഥ അനുവദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വൈറലാവുന്നുണ്ട്. ബാക്കിയുള്ള അസീം മുനീറിനോടൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ കഴുത്തിൽ ആ ഒരു ID കാർഡ് ധരിച്ചിരുന്നു. അസീം മുനീർ മാത്രമാണ് അത് ധരിക്കാതെ നടന്നു വന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി ID കാർഡ് ചോദിക്കുകയായിരുന്നു. പ്രവേശന കവാടത്തിന് സമീപത്താണ് ഇത്തരമൊരു അപമാനം പാകിസ്ഥാന്റെ ഏറ്റവും ശക്തനായ നേതാവിന് നേരിടേണ്ടി വന്നത്. നിങ്ങളുടെ ID കാർഡ് ഒന്ന് കാണിക്കാമോ എന്നാണ് ഉദ്യോഗസ്ഥ ഇദ്ദേഹത്തോട് ചോദിക്കുന്നത്. ഒരു രാജ്യത്തിന്റെ സൈനിക മേധാവിക്ക് അന്താരാഷ്ട്ര വേദിയിൽ നേരിടേണ്ടി വന്ന ഈ സാഹചര്യം പാകിസ്ഥാന് വലിയ നാണക്കേടായിരിക്കുകയാണ്. എന്നാൽ ഇത് സാധാരണ സുരക്ഷാ പ്രോട്ടോകോൾ മാത്രമാണ് എന്നതാണ് ന്യായീകരണം. പക്ഷെ അവിടേക്ക് വരുന്നത് അമേരിക്കൻ പ്രസിഡന്റോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ റഷ്യൻ പ്രസിഡന്റോ അല്ലെങ്കിൽ ചൈനീസ് പ്രസിഡന്റോ ആണെങ്കിൽ ഇങ്ങനെ ഒരു സമീപനമായിരിക്കില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഒന്നാമത് അസീം മുനീറിനെ അങ്ങനെ ലോകത്ത് എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. മൂപ്പര് പ്രസിഡന്റ് ട്രംപിനെ കാണാനൊക്കെ ഇടയ്ക്കൊക്കെ പോയി വാർത്തകളിലൊക്കെ അത് വന്നിട്ടുണ്ടെങ്കിലും യൂറോപ്യൻസ് ഒന്നും അതിനെക്കുറിച്ച് അത്ര അവെയർ അല്ലെന്ന് തോന്നുന്നു. എന്തായാലും ഇദ്ദേഹത്തെ കണ്ടിട്ട് ഉദ്യോഗസ്ഥയ്ക്ക് മനസ്സിലാകാതിരിക്കാനും സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട നേതാവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളിക്കാരി പ്രോട്ടോകോളിന്റെ പേര് പറഞ്ഞ് അപമാനിച്ച് വിട്ടതാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. എന്നാൽ ഈ അസീം മുനീർ ജർമ്മനിയിലേക്ക് എത്തിയ സമയത്ത് മറ്റു ചില സംഭവങ്ങൾ കൂടി അവിടെ അരങ്ങേറി. പാകിസ്ഥാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജർമ്മനിയിലെ സിന്ധി സംഘടനകൾ കോൺഫറൻസ് വേദിക്ക് പുറത്ത് അസീം മുനീറിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും പ്ലക്കാർഡുകൾ ഉയർത്തുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ശരിക്കും ഇന്ന് ഒരു രാജ്യമല്ല, പല പല രാജ്യങ്ങളുടെ ഒരു കൂട്ടുകെട്ടാണ്. എന്ന് വെച്ചാൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, ഖൈബർ പക്തൂൺഖ്വ എന്ന് പറയുന്ന രാജ്യം, സിന്ധ് എന്ന് പറയുന്ന രാജ്യം, ഇങ്ങനെ ഇതൊക്കെ കൂടെ ചേർന്നതാണ് പാകിസ്ഥാൻ. യഥാർത്ഥ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ശരിക്കും പഞ്ചാബ് മാത്രമുള്ള ഭാഗമാണ്. എന്തായാലും സിന്ധില് വലിയൊരു വിഭാഗം ജനത പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരാണ്. അവരിൽ തന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് സിന്ധിനെ മാറ്റണം, സിന്ധിന്റെ ചരിത്രം പാകിസ്ഥാനെ പോലെ ഒരു രാജ്യത്തിന്റെ ഭാഗമായി നിന്നിട്ടുള്ളതല്ല എന്നും അതിനൊരു സ്വന്തം ചരിത്രവും പശ്ചാത്തലവും ഉണ്ടെന്നും അതൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നിൽക്കണമെന്നും സിന്ധ് അവകാശമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ നിരന്തരമായിട്ട് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരിൽപ്പെട്ട ആളുകൾ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഉണ്ട്. അപ്പൊ അവരാണ് ഈ അസീം മുനീർ ജർമ്മനിയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിനെതിരായിട്ട് പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചത്. തങ്ങളുടെ ഫീൽഡ് മാർഷൽ തോക്കിനും കത്തിക്കുമിടയിലൂടെ നുഴഞ്ഞു പോയിട്ടുള്ള ധീരനായ യോദ്ധാവാണെന്ന് വരെ പറഞ്ഞു പരത്തുന്ന പാകിസ്ഥാനികൾ ശരിക്കും നാണം കെട്ടിരിക്കുകയാണ്. അവരുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക മേധാവി ഫീൽഡ് മാർഷൽ നമ്മുടെ അസീം മുനീറിന് ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളുടെയൊക്കെ കാര്യം എന്താണ് എന്ന് ചിലരെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നുമുണ്ട്. എന്തായാലും വലിയ നാണക്കേടാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.